ഡോക്ടേഴ്സ് ഇൻ്റർവ്യൂവിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് പുതിയ വാക്സിനുകളും ഇപ്പോൾ നമ്മൾ ഫോളോ ചെയ്യുന്ന ഷെഡ്യൂളും ഇതെല്ലാമാണ്. ഈ ചർച്ചയിൽ നിന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഡോക്ടർ ജുനൈദ് റഹ്മാൻ, മെഡിക്കൽ ഡയറക്ടർ, ശ്രീ സുധീന്ദ്ര മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ. ശിശുരോഗ പരിചരണത്തിൽ വളരെ വർഷത്തെ വൈദഗ്ധ്യമുള്ള സാറിനോട് നമുക്ക് കൂടുതൽ ചോദിച്ചറിയാം. സർ, വെൽക്കം സർ. വാക്സിനേഷൻ പറ്റി ആശാല ഇൻട്രൊഡക്ഷൻ കേൾക്കുകയായിരുന്നു. എന്തായാലും ആൾക്കാർ നമ്മുടെ നാട്ടിൽ ഏകദേശം 90% മേലെ വാക്സിനേഷൻ കവറേജ് ഉണ്ട്. വാക്സിനേഷനെതിരായിട്ട് ഒരുപാട് പ്രചരണങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും 90%-ലേറെ ആൾക്കാർ വാക്സിനേഷൻ എടുക്കുന്നുണ്ട്. അതിനിടയ്ക്ക് ചില ഡോസുകൾ മിസ് ചെയ്യും. എന്നിരുന്നാലും അപ്പോൾ അവിടെ ഉള്ള ഒരു പ്രധാന കാര്യം ഏതൊക്കെ വാക്സിൻസ് ആണ് നമ്മൾ എടുക്കേണ്ടതെന്നുള്ള ഒരു ഇത്. നമ്മൾ ഇതിനെ നമുക്ക് രണ്ടായിട്ട് ഭാഗിക്കാം. ഒന്ന്, നിർബന്ധമായിട്ടും ഗവൺമെൻറ്റിൻ്റെ പ്രോഗ്രാമിൽ എടുക്കണമെന്ന് പറയുന്ന വാക്സിൻ, നാഷണൽ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾ അനുസരിച്ചുള്ള വാക്സിൻ. പിന്നെ അല്ലാതെ ഇന്ത്യൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സും അതുപോലെ ശിശുരോഗ വിദഗ്ധരുടെ സംഘടനകളും ഇൻ്റർനാഷണൽ ആയിട്ടുള്ള സംഘടനകളെല്ലാം ചേർന്ന് പറഞ്ഞിരിക്കുന്ന ഓപ്ഷണൽ വാക്സിൻസ്. ഓഫ് കോഴ്സ് അതിൻ്റേതായ സാമ്പത്തികമായിട്ടുള്ള വശങ്ങളുണ്ട്. പക്ഷെ എന്നിരുന്നാലും പണ്ട് ഓപ്ഷനിലായിരുന്ന പല വാക്സിനും ഇന്നിപ്പം നമ്മുടെ ഷെഡ്യൂളിൽ വന്നിട്ടുമുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്ന ആശയ്ക്ക് തന്നെ നമ്മൾ ഇപ്പോഴത്തെ ഇതനുസരിച്ച് നമ്മൾ അറ്റ് ബർത്ത് കൊടുക്കുന്ന അതുപോലെ നമ്മളെ പ്രൈമറി ഷെഡ്യൂളിലുള്ള വാക്സിൻസിനെ പറ്റി വേണേൽ ആശയ്ക്ക് തന്നെ ഒന്ന് പറയാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. മുന്നേ നമ്മൾ ഇപ്പം നമ്മൾ ഓപ്ഷണലായിട്ടുള്ള ന്യൂമോണിയ വാക്സിൻ മുന്നേ നമ്മൾക്ക് നാഷണൽ ഷെഡ്യൂളിൽ ഉണ്ടായിരുന്നില്ല. ഒരു 3-4 കൊല്ലം മുന്നേ ഉള്ള കുട്ടികൾക്ക് അത് കിട്ടുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഗവൺമെൻറ് ന്യൂമോണിയ വാക്സിനും പ്രൈമറി വാക്സിനേഷൻ ഷെഡ്യൂളിലേക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അത് വളരെ നല്ലൊരു മൂവ്മെൻ്റ് ആണ്. അത് നമ്പേഴ്സ് നമുക്ക് ഇൻഫെക്ഷനുകളുടെ റേറ്റ് ഇനീഷ്യൽ 1 to 2 ഇയേഴ്സിലെ ഇൻഫെക്ഷനുകളുടെ റേറ്റ് സിഗ്നിഫിക്കൻ്റ്ലി കുറയ്ക്കാൻ സാധിക്കുന്നുമുണ്ട് ഈ ഒരു ന്യൂമോകോക്കൽ വാക്സിനേഷൻ്റെ ഒരു ഇൻക്ലൂഷൻ കാരണം. അപ്പോൾ അതുപോലെ ആദ്യത്തെ പ്രൈമറി സീരീസ് ആദ്യത്തെ ബർത്ത് വാക്സിൻസ് കഴിഞ്ഞാൽ പിന്നെ 6 ആഴ്ച, 10 ആഴ്ച, 14 ആഴ്ച ഈ വാക്സിൻസ് എൻ്റെ ഒരു ഒബ്സർവേഷനിൽ ആളുകൾ വളരെ റിലീജിയസ്ലി അത് എടുക്കുന്നുണ്ട്. ഒരു മെജോറിറ്റിയും അത് എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞുള്ളതിലേക്ക് പോകുമ്പോഴാണ് പലപ്പോഴും ഒരു വാക്സിൻ മിസ്സായി പോകുന്ന ഒരു പ്രവണത കാണുന്നത്. ആദ്യത്തേത് അതുപോലെ നമ്മുടെ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്ന വാക്സിൻസ് ഡിഫ്തീരിയ, പെർട്ടൂസിസ്, ടെറ്റനസ്, എച്ച് ഇൻഫ്ലുവൻസയ്ക്ക് അഗൻസ്റ്റ് ഉള്ളത്, അതുപോലെ ഇഞ്ചെക്റ്റബിൾ പോളിയോ, നമ്മൾ ഓറൽ പോളിയോ മാറ്റി ഇഞ്ചെക്റ്റബിൾ പോളിയോയും അതിലേക്ക് ഫ്രാക്ഷണൽ IPV ആയിട്ട് കൊടുക്കുന്നുണ്ട് ഗവൺമെൻറ് ഷെഡ്യൂളിൽ. ഇതേ വാക്സിൻ നമ്മൾ പ്രൈവറ്റിൽ എടുക്കുകയാണെങ്കിലും എല്ലാ വാക്സിൻസും ആദ്യത്തെ പ്രൈമറി സീരീസിലുള്ളത് 6, 10, 14 ആഴ്ചകളിൽ കൊടുക്കുന്നത് ഗവൺമെൻറ്റും ഇഫക്റ്റീവായിട്ട് ഓൾമോസ്റ്റ് സിമിലർ റിസൾട്ട്സോടെ കൊടുക്കുന്നുണ്ട്. അപ്പം അത് ഗവൺമെൻറ്റിലെടുത്താലും പ്രൈവറ്റിലെടുത്താലും വലിയ ഡിഫറൻസ് ഇല്ല. നമ്മളത് ഇൻഫോംഡ് ആയിട്ട് ഡിസിഷൻ ആണ്. നമ്മൾ പേരൻസുമായിട്ട് പലപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. ആകെ ഇതിൻ്റെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് നമ്മൾ ഹോൾസെയിൽ പെർട്ടൂസിസ് ആണ് നമ്മൾ ഗവൺമെൻറ്റിൽ കൊടുക്കുന്നതെന്നുള്ളതുകൊണ്ട് തന്നെ പനിയും അത് കഴിഞ്ഞിട്ടുള്ള കാലിൽ നീര് വരുന്നതും അതുകൊണ്ട് വാക്സിൻ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ നമ്മൾ ഗവൺമെൻറ്റിൽ നിന്നോ അല്ലെങ്കിൽ നാഷണൽ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂളിൽ നിന്നുള്ള വാക്സിനേഷൻ പറ്റി പ്രൈമറി വാക്സിനേഷൻ പറ്റിയൊക്കെ പറഞ്ഞു. എന്നാൽ 1-2 ആൾക്കാരുടെ അറിവിലേക്ക് വേണ്ടി 1-2 കാര്യങ്ങളോട് ആശ ക്ലാരിഫൈ ചെയ്ത് നല്ലതായിരിക്കും. കാരണം നമ്മൾ അറ്റ് ബർത്ത് എന്തൊക്കെയാണ് കൊടുക്കുന്നത്, 6 വീക്സിലും 10th വീക്കിലും 14 വീക്സിലും എന്തൊക്കെയാണ് കൊടുക്കുന്നത് എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് കൊടുക്കുന്ന ഒരു ജസ്റ്റ് ഇപ്പോഴത്തെ ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ നല്ലതായിരിക്കും, ആൾക്കാർക്ക് മനസ്സിലാകുന്നതിന്. BCG, നമ്മുടെ ബർത്തിൽ BCG, OPV, ഓറൽ പോളിയോ വാക്സിൻ, ഹെപ്പറ്റൈറ്റിസ് B, ഇത് ഫസ്റ്റ് ആസ് ഏർലി ആസ് പോസിബിൾ. കുഞ്ഞ് ജനിച്ച് ഏറ്റവും പെട്ടെന്ന് എപ്പോഴാണോ കൊടുക്കാൻ പറ്റുന്നത് ആദ്യത്തെ കോൺടാക്റ്റിൽ അപ്പോൾ തന്നെ കൊടുക്കും. നമ്മൾ കുഞ്ഞ് ജനിച്ച ഉടനെ ഫസ്റ്റ് അവരെ തന്നെ ഈ വാക്സിനേഷൻ കംപ്ലീറ്റ് ചെയ്യാറുണ്ട്. അതിനുശേഷമുള്ള വാക്സിനുകൾ വരുന്നത് 1.5 മാസം അല്ലെങ്കിൽ 6 ആഴ്ച, 10 ആഴ്ച, 14 ആഴ്ച. അവിടെ നമ്മൾ ഡിഫ്തീരിയ, പെർട്ടൂസിസ്, ടെറ്റനസ്, എച്ച് ഇൻഫ്ലുവൻസ B, ഹെപ്പറ്റൈറ്റിസ് B, IPV, ഇങ്ങനെ IPV, ന്യൂമോകോക്കൽ വാക്സിൻ, പോളിയോ ഡ്രോപ്സ് ഇപ്പോഴും ഗവൺമെൻറ്റിലെ ഷെഡ്യൂളിൽ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അതാണ് ഗവൺമെൻറ് ഷെഡ്യൂളിൽ ഓൾമോസ്റ്റ് ഇതെല്ലാം കൊടുക്കുന്നു. മുമ്പ് ഈ ഹെപ്പറ്റൈറ്റിസ് ബിയും എച്ച് ഇൻഫ്ലുവൻസ വാക്സിൻസ് മുമ്പ് ഗവൺമെൻറ് സ്കീമിലില്ലായിരുന്നു. ഇപ്പം ഗവൺമെൻറ് അത് കംപ്ലീറ്റ് ആണ്, എല്ലാം കൊടുക്കുന്നുണ്ട്. ആകെയുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ IPV ഫുൾ ഡോസിലാണ് നമ്മൾ പ്രൈവറ്റിലെ ഷെഡ്യൂളിൽ ഇൻക്ലൂഡ് ചെയ്യും. ഗവൺമെൻറ്റിൽ അത് ഫ്രാക്ഷണൽ IPV ആയിട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു ഇമ്മ്യൂണോജനിസിറ്റി, ഇതിൻ്റെ ഒരു ഇഫക്റ്റ് ഓൾമോസ്റ്റ് സിമിലർ ആണെന്ന് പഠനങ്ങളുണ്ട്. അപ്പം നമ്മൾ കോസ്റ്റ് കട്ടിങ്ങിൻ്റെയും എത്രയും പേർക്ക് വാക്സിനേറ്റ് ചെയ്യുമ്പോഴുള്ള ഏറ്റവും കുറഞ്ഞ അളവിൽ എങ്ങനെ നമുക്ക് ഇഫക്റ്റീവായിട്ട് വാക്സിനേറ്റ് ചെയ്യാമെന്നുള്ള സ്ട്രാറ്റജീസ്
എടുക്കുന്നതാണ് പലപ്പോഴും ഇങ്ങനത്തെ മെഷേഴ്സിലേക്ക് പോകുന്നത്. അപ്പം 2 ഡോസായിട്ടാണ് ഗവൺമെൻറ്റിൽ IPV കൊടുക്കുന്നത്, ഇപ്പോൾ ഇഞ്ചെക്റ്റബിൾ പോളിയോയ്ക്ക് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട്. പക്ഷേ അതിൻ്റെ ഒരു ക്യാച്ചപ്പ് ഒരു ഡോസും കൂടെ എക്സ്ട്രാ ഫ്രാക്ഷണൽ IPV തന്നെ 9ാം മാസത്തിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് 9ാം മാസത്തിൽ നമ്മൾ മീസിൽസ് വാക്സിനും കൊടുക്കുന്നുണ്ട്. മീസിൽസ് വാക്സിനും കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ അല്ലേ ഒന്നിച്ച് IPV കൊടുക്കും. അപ്പം ന്യൂമോകോക്കൽ വാക്സിൻ ഞാൻ പറഞ്ഞതുപോലെ മുന്നേ അത് സെപ്പറേറ്റ് വാക്സിനായിട്ട് തന്നെ, ഈ കോമ്പിനേഷൻ വാക്സിൻ അല്ലാതെ സെപ്പറേറ്റ് വാക്സിനായിട്ട് ന്യൂമോണിയയ്ക്കുള്ള വാക്സിനും ഗവൺമെൻറ് ത്രൂ തന്നെ ആദ്യത്തെ 6 ആഴ്ച, 10 ആഴ്ച, 14 ആഴ്ച കാലഘട്ടത്തിൽ കൊടുക്കുന്നുണ്ട്. എല്ലാ വാക്സിനേഷനും കംപ്ലീറ്റ്ലി റോട്ടാവൈറൽ വാക്സിനും ഇൻക്ലൂഡഡ് ആണ്. നമ്മളും ഇവിടെ എല്ലാ കുട്ടികൾക്കും ഇവിടെ വാക്സിനേറ്റ് ചെയ്ത് പോകുന്ന അല്ലെങ്കിൽ പ്രൈവറ്റ് സെക്ടറിൽ വാക്സിനേറ്റ് ചെയ്യുന്ന IAP ഷെഡ്യൂൾ ഫോളോ ചെയ്യുന്ന സ്ഥലങ്ങളിൽ റോട്ടാവൈറൽ വാക്സിൻ കൊടുക്കുന്നുണ്ട്. പിന്നെ ആൾക്കാർക്കൊരു സംശയം വരുന്നത് 6 ആഴ്ച കഴിഞ്ഞിട്ട് അടുത്ത എടുക്കേണ്ട 10ാമത്തെ ആഴ്ചയാണ്. ചിലപ്പോൾ അവർ മിസ് ചെയ്തു പോകും, അല്ല അവർ യാത്രയായിരിക്കും, അങ്ങനെ പിന്നെ ഒരു 14ാമത്തെ ആഴ്ചയായിരിക്കും അവർ വരുന്നത്. കുറേ ആൾക്കാർക്ക് സംശയം ഇത് ആദ്യം മുതൽ വീണ്ടും എടുത്ത് തുടങ്ങണം എന്നുള്ളത് അതൊരു കോമൺ ആയിട്ടുള്ള സംശയമാണ്. ശരിക്കും വാക്സിൻ നമ്മൾ എവിടെ ബ്രേക്ക് ചെയ്യുന്നു അവിടെ തൊട്ട് വീണ്ടും കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളതാണ്. മിനിമം ഡ്യൂറേഷനാണ് നമ്മൾ ഈ പറയുന്ന ആദ്യത്തെ ഡോസും 2ാമത്തെ ഡോസും തമ്മിലുള്ള മിനിമം ഡ്യൂറേഷൻ ഇൻ്റർവെലാണ് പറയുന്നത്. അതിനുശേഷം എപ്പോൾ വേണമെങ്കിലും നമുക്ക് ക്യാച്ചപ്പ് ചെയ്യാം എന്ന് കരുതി ഇത് മിസ് ചെയ്ത് പോകാന്നുള്ളതല്ല. കഴിവതും ഡേറ്റുകൾ ഫോളോ ചെയ്യാൻ നോക്കുക. അതിന് അലവൻസ് ഉണ്ട്. 3 ദിവസം മുന്നോട്ടോ 3 ദിവസം അങ്ങോട്ടോ എടുക്കാം, നമുക്ക് വാക്സിൻ എടുക്കാം. പക്ഷേ അതിന് ശേഷമുള്ളത് ഈ മിനിമം ഇൻ്റർവെൽ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അതിന് ശേഷം എപ്പോൾ വേണമെങ്കിലും നമ്മൾ വീണ്ടും ആദ്യം എടുത്ത വാക്സിൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. മിസ്സായി പോയത് മാത്രം ക്യാച്ചപ്പ് വാക്സിനേഷനിൽ ചെയ്തു പോകുക എന്നുള്ളതാണ്. അതുപോലെ ഈ പ്രൈമറി സീരീസ് കഴിഞ്ഞാൽ ഗവൺമെൻറ് ഷെഡ്യൂളിൽ പിന്നെ വാക്സിനേഷൻ വരുന്നത് 9ാം മാസത്തിലേ ഉള്ളൂ. അപ്പം 9ാം മാസത്തിൽ നമ്മൾ മുന്നേ ഒരു ഇടക്കാലത്ത് ഈ മീസിൽസ് റുബെല്ല എന്നുള്ള കോമ്പിനേഷൻ വാക്സിന് പകരം MMR എന്ന് പറഞ്ഞ് നമ്മൾ MMR വാക്സിൻ കൊടുത്തു തുടങ്ങിയിരുന്നു. പക്ഷേ ഇപ്പോൾ ഗവൺമെൻറ് തിരിച്ച് അത് വീണ്ടും MR വാക്സിനിലേക്ക് തന്നെ പോയിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ MMR കൊടുത്തു തുടങ്ങിയിരുന്നു. ആ സമയത്ത് നമുക്ക് ഇഫക്റ്റീവായിട്ട് ഇതിനകത്ത് മീസിൽസ് റുബെല്ലയും കൂടി ഇൻക്ലൂഡ് ആയതുകൊണ്ട് മംസ് പ്രിവെൻറ്റ് ചെയ്യാൻ നന്നായിട്ട് കഴിഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു 1-2 കൊല്ലമായിട്ട് മംസിൻ്റെ കേസുകൾ, സാറിനും എക്സ്പീരിയൻസ് ഉണ്ടാവും, മംസിൻ്റെ കേസുകൾ ഒരുപാട് കൂടുന്നതായിട്ട്, പരോട്ടൈറ്റിസുമായി പ്രസൻറ്റ് ചെയ്യുന്ന കുട്ടികളുടെ നമ്പർ ഒരു ക്ലാസ്സിൽ എല്ലാ കുട്ടികളും അഫക്റ്റഡ് ആവുന്ന സിനാരിയോ വരെ വന്നു. സർ, നമ്മൾ ഈ വാക്സിനേഷൻ്റെ ഒരു അവയർനെസ്, വാക്സിനേഷൻ എടുക്കണമോ വേണ്ടയോ എന്നുള്ളത് ഉള്ളത് നമ്മുടെ കേരളത്തിൽ ഒരുവിധപ്പെട്ട എല്ലാവരും എടുക്കുന്നുണ്ട്. എന്നിരുന്നാലും എന്തിനു വേണ്ടിയിട്ടാണ് വാക്സിനേഷൻ, ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, ഇത് എടുത്തില്ലെങ്കിലുള്ള ഭവിഷ്യത്തുകൾ എന്തൊക്കെയാണ്, ഇതിനെക്കുറിച്ചൊന്ന് പറയാം. കഴിഞ്ഞൊരു നൂറ്റാണ്ടിൽ ലോകത്ത് സംഭവിച്ചിരിക്കുന്ന ഏറ്റവും മഹത്തായ ഒരു കണ്ടുപിടുത്തമാണ് വാക്സിനേഷൻ. എത്രയോ കുഞ്ഞുങ്ങൾ മുൻകാലങ്ങളിൽ മരിച്ച സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ പ്രിവെൻറ്റീവ് വാക്സിനേഷൻ ഇല്ലാതെ. അപ്പോൾ അതിൻ്റെയൊക്കെ കംപ്ലീറ്റ് ഒരു പിക്ചർ മാറിയിരിക്കുകയാണ്. പല അസുഖങ്ങൾ പണ്ടൊക്കെ മെഡിക്കൽ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഞങ്ങളൊക്കെ മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന സമയത്ത് കണ്ടിരുന്ന പല അസുഖങ്ങളും ഇന്നത്തെ കാലത്ത് മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ കാണുന്നില്ല. ഇപ്പം ഡോക്ടർ ആശ തന്നെ ഒരു പോളിയോ നേരിട്ട് കണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് സംശയമാണ് കണ്ടുണ്ടാകുന്നത്. ഒരു ഡിഫ്തീരിയ കണ്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇടയ്ക്ക് അവിടെ ഇവിടെയൊക്കെ ചില വരുമെന്നുള്ളതല്ലാതെ, ഇപ്പം മീസിൽസ് പിന്നെ ഇടയ്ക്ക് കാണുന്നുണ്ട്, വില്ലൻ ചുമ അല്ലെങ്കിൽ വൂപ്പിംഗ് കഫ്, ഇതൊക്കെ നമ്മൾ കൂടുതലും ഇപ്പോൾ ഇന്നത്തെ കാലത്ത് മെഡിക്കൽ വിദ്യാർത്ഥികൾ കൂടുതലും തിയറിയാണ് പഠിക്കുന്നത്. കാരണം ആ അസുഖങ്ങളൊക്കെ ഇന്നിപ്പം ലോകത്തില്ല. അതിൻ്റെ ഒരു പ്രധാന കാരണം ഈ വാക്സിനേഷൻ കൊണ്ടാണ്. ഇപ്പം പോളിയോ തന്നെ നമ്മൾ ടോട്ടലി ഇറാഡിക്കേറ്റ് ചെയ്തു. അതിനു മുമ്പ് സ്മോൾ പോക്സ്, വസൂരി, അതും അതിൻ്റെ വാക്സിനേഷൻ കൊണ്ടാണ് സ്മോൾ പോക്സ് ഇറാഡിക്കേഷൻ നടന്നത്. അപ്പം ഈ വാക്സിൻസ് നമ്മുടെ ലോകത്ത് വലിയൊരു വിപ്ലവകരമായ മാറ്റമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കുഞ്ഞുങ്ങൾ ജനിച്ച് വീഴുമ്പം തന്നെ കുഞ്ഞുങ്ങൾക്ക് വാക്സിനേഷൻ കൊടുത്ത് അവരെ ഒരു 4-5 വയസ്സാകുമ്പോഴത്തേക്കും മുമ്പുണ്ടാകുന്ന പല സാംക്രമിക രോഗങ്ങളിൽ നിന്ന് അവർക്കൊരു വലിയൊരു പ്രൊട്ടക്ഷൻ, വലിയൊരു അംബ്രല്ല പോലൊരു പ്രൊട്ടക്ഷൻ അവർക്ക് കിട്ടുകയാണ്. അപ്പോൾ അതാണ് വാക്സിനേഷൻ കൊണ്ടുണ്ടായിരിക്കുന്ന ഏറ്റവും പ്രയോജനപ്രദമായ കാര്യം. മുമ്പ് ആൾക്കാർക്ക് എടുക്കാൻ കുറേ മടിയുണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ വാക്സിനേഷൻ എന്ന് പറയുന്നത് എല്ലാ കുഞ്ഞുങ്ങളും ജനിച്ചാൽ ഉറപ്പായിട്ട് മുലപ്പാൽ കൊടുക്കുന്ന പോലെയും അതേപോലെ ആദ്യത്തെ ഭക്ഷണം കൊടുക്കുന്ന പോലെയൊക്കെ തന്നെ എല്ലാവരും വളരെ പ്രാധാന്യത്തോടെ കാണുന്നതാണ് വാക്സിനേഷൻ കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും അത്
ഒരുപാട് പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടെ ആരോഗ്യത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ള ഒരു വസ്തുതയാണ്. എനിക്ക് തോന്നുന്നത് ആശ തന്നെ ആ വാക്സിനേഷൻ ഷെഡ്യൂളിനെ പറ്റി പറയുന്നതായിരിക്കും നല്ലതെന്ന്. ആ വാക്സിനേഷൻ ഷെഡ്യൂൾ എന്ന് പറഞ്ഞു. ഞാൻ ഇതിനോട് യോജിക്കുന്നു. ഒരു പോസിറ്റീവ് ഹെൽത്ത് കെയർ, നമ്മളെപ്പോഴും ഒരു രോഗം വന്ന് മരുന്ന് കൊടുത്ത് അത് ചികിത്സിക്കുക എന്നുള്ളതിലുപരി ഇത് വരാതെ ഇത് പ്രിവെൻറ്റ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി, അത് ഇഫക്റ്റീവായിട്ട് വളരെ പഠനങ്ങൾ നടത്തിയതിന് ശേഷം സേഫ്റ്റി പ്രൊഫൈൽ എസ്റ്റാബ്ലിഷ് ചെയ്ത വാക്സിനുകളാണ് നമ്മൾ പലപ്പോഴും ഷെഡ്യൂളുകളിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പം അത് വളരെ സേഫായിട്ട് നമുക്ക് പ്രിവെൻറ്റീവായിട്ട് മരുന്നുകളുടെ ഉപയോഗം കുറയ്ക്കാനും രോഗം കൊണ്ടുള്ള ദിവസങ്ങൾ നഷ്ടപ്പെടുന്നത് കുറയ്ക്കാനും ഒക്കെ വളരെ ഇഫക്റ്റീവായിട്ട് വാക്സിനേഷൻ കൊണ്ട് സാധിക്കാറുണ്ട് പലപ്പോഴും. അപ്പം നമ്മൾ ഇപ്പോൾ ഫോളോ ചെയ്യുന്ന ഷെഡ്യൂളുകൾ 2 തരമാണ്. ഒന്ന്, ഗവൺമെൻറ് നിർബന്ധിതമായും ഫ്രീ ആയും കൊടുക്കുന്ന ഗവൺമെൻറ് സെക്ടറുകൾ വഴി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്ന വാക്സിനുകൾ, നാഷണൽ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾ എന്നുള്ള പേരിൽ അത് ഉണ്ട്. അതുകൂടാതെ 4 അസുഖങ്ങൾക്ക് ഓപ്ഷണൽ വാക്സിനുകൾ, അത് ഇന്ത്യൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സ്, അത് ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സിൽ ഇൻ്റർനാഷണൽ ഗൈഡ് ലൈൻസിനെ ബേസ് ചെയ്ത് തന്നെ ഇന്ത്യൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സ് റെക്കമെൻഡ് ചെയ്യുന്ന കുറച്ച് വാക്സിനുകൾ അഡീഷണൽ ആയിട്ടുണ്ട്. അത് ഗവൺമെൻറ് ത്രൂ ഫ്യൂച്ചറിൽ ഗവൺമെൻറ് അതിനുള്ള ഇനിഷ്യേറ്റീവുകൾ പല ഘട്ടങ്ങളിലായിട്ട് എടുക്കുന്നുണ്ട്. പക്ഷേ ഇപ്പം അതെല്ലാം പെയ്ഡായിട്ട് പ്രൈവറ്റ് സെക്ടർ ത്രൂവേ ഉള്ളൂ, അവൈലബിലിറ്റി ഉള്ളൂ. അപ്പം ഇതിൽ നാഷണൽ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂളിൽ ഫോളോ ചെയ്യുന്നത് നിർബന്ധിത വാക്സിനുകൾ, ജനിച്ച ഉടനെ കുട്ടിക്ക് കൊടുക്കേണ്ട വാക്സിനുകൾ 3 എണ്ണമാണ്. ഒന്ന് BCG, ഹെപ്പറ്റൈറ്റിസ് ബി, ഓറൽ പോളിയോ. അത് ജനിച്ച എത്രയും ഫസ്റ്റ് കോണ്ടാക്ട് ആസ് ഏർലി ആസ് പോസിബിൾ എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിവിടെ യൂഷ്വലി കുട്ടി ജനിച്ച 1 അവറിനുള്ളിൽ ഈ വാക്സിനുകൾ കുട്ടികൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്താറുണ്ട്. അപ്പം അതിനുശേഷം നമ്മൾ അടുത്ത ഫോളോ അപ്പ് വിസിറ്റുകളിലാണ് അതിന് കുട്ടി ഇൻഫാക്ട് 1.5 മാസം, 2.5 മാസം, 3.5 മാസം, ഈ 3 ഡ്യൂറേഷനുകളാണ്. ഇതിനോടൊപ്പം കുട്ടിയുടെ ഡെവലപ്മെൻറ്റും കുട്ടിയുടെ വളർച്ചയും ഫീഡിങ്ങും എല്ലാം അസസ് ചെയ്യപ്പെടുന്നു. അതുകൂടാതെ അതോടൊപ്പം വാക്സിനേഷനും. അല്ല, ഈ വാക്സിനേഷൻ കൊണ്ടുള്ള ഒരു ഗുണം അതും കൂടാണ്. ഈ 6 ആഴ്ച, 10 ആഴ്ച, 14ാമത്തെ ആഴ്ചയിൽ കുഞ്ഞുങ്ങളെ കൊണ്ടുവരുമ്പോൾ കുഞ്ഞുങ്ങളെ വീണ്ടും ഒരു റീഅസസ് ചെയ്യാൻ പീഡിയാട്രിഷ്യൻ ഒരു മിസ്സാവാതെ എന്തെങ്കിലും ആദ്യത്തെ ഇനിഷ്യൽ ഇതിൽ മിസ്സായതോ അല്ലെങ്കിൽ ഡെവലപ്മെന്റിലോ അല്ലെങ്കിൽ ഇതിന്റെ ഒരു ലാറ്ററൽ ബെനിഫിറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അതെ തീർച്ചയായിട്ടും സർ. ഫോളോ അപ്പ് വിസിറ്റ്സ് പലപ്പോഴും ഈ വാക്സിനേഷനായിട്ട് കണക്റ്റഡ് ആണ്. വെയിറ്റ് ഗെയിൻ, അതെ, ഫീഡിങ് അഡിക്വേറ്റ് ആയിട്ടുണ്ടോ, വെയിറ്റ് ഗെയിൻ എൻഷുർ ചെയ്യാനും എല്ലാം സഹായിക്കാറുണ്ട്. അത് യൂഷ്വലി നമ്മുടെ ഒരുവിധപ്പെട്ട പേഷ്യൻസ് എല്ലാം വളരെ കൃത്യമായിട്ട് ഈ ഒരു ഇനിഷ്യൽ വാക്സിനേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതായിട്ടും കാണാറുണ്ട്. വാക്സിനേഷൻ ഇടയ്ക്ക് ഒരു ഡോസ് മിസ് ചെയ്താൽ എന്ത് ചെയ്യും? നമ്മൾ ഈ ഒരു ഡോസ് മിസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ഇനിഷ്യൽ എടുത്ത ഡോസുകൾ അവിടെ വാലിഡാണ്, അത് ഇൻവാലിഡ് ആവുന്നില്ല. നമ്മൾ അടുത്ത നെക്സ്റ്റ് ഇമ്മീഡിയറ്റ് കോണ്ടാക്റ്റിൽ അത് ക്യാച്ചപ്പ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ഒരു മിസ്സായ ഇതുണ്ടെങ്കിൽ അടുത്ത ഇപ്പം 3 വാക്സിനുള്ള ഒരു സീരീസ് ആണെങ്കിൽ അതിൽ ആദ്യത്തെ വാക്സിൻ എടുത്തെങ്കിൽ 2, 3 കൊടുക്കുക. അത് അറ്റ് ദ ഏർലിയസ്റ്റ്. അത് കഴിഞ്ഞുള്ള ഷെഡ്യൂൾ നമ്മൾ ചെയ്തു കൊടുക്കുക. ഇതിനർത്ഥം നമ്മൾ മിസ്സാക്കി എപ്പോൾ വേണമെങ്കിലും വാക്സിനേറ്റ് ചെയ്യാം എന്നല്ല. കഴിവതും ഈ സീരീസ് ഷെഡ്യൂൾ ഫോളോ ചെയ്യുക. എന്തെങ്കിലും കാരണവശാൽ മിസ്സായിട്ടുണ്ടെങ്കിൽ പല കാരണങ്ങളാവാം. 6 ആഴ്ചയിലും 10 ആഴ്ചയിലും 14 ആഴ്ചയിലും നമ്മൾ 1.5 മാസം, 2.5 മാസം, 3.5 മാസം ആ സമയത്തെ വാക്സിനേഷനുകൾ 6 അസുഖങ്ങൾക്ക് ഉള്ള കോമ്പിനേഷൻ വാക്സിനുകളുണ്ട്. ഡിഫ്തീരിയ, പെർട്ടൂസിസ്, ടെറ്റനസ്, ഹെപ്പറ്റൈറ്റിസ് ബി, H ഇൻഫ്ലുവൻസ, IPV, പോളിയോ. അപ്പോൾ ഇത് കമ്പൈൻഡ് ആയിട്ടുണ്ട്. ഗവൺമെൻറ്റിലാണെങ്കിൽ ഇതിൽ 5 എണ്ണം ഒന്നിച്ചും പോളിയോ വാക്സിൻ മാത്രം സെപ്പറേറ്റ് ആയിട്ടുമാണ്. അതുകൂടാതെ റോട്ടാവൈറൽ വാക്സിൻ, ന്യൂമോണിയ വാക്സിൻ മുന്നേ ഗവൺമെൻറ്റിൽ ഉണ്ടായിരുന്നില്ല. ഈ ഒരു കഴിഞ്ഞ റോട്ടാവൈറൽ വാക്സിൻ ഡയറിയൽ ഡിസീസസിന് കുട്ടികളിൽ നമ്മൾ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ശിശുമരണ നിരക്ക് 5 വയസ്സ് താഴെയുള്ള കുട്ടികളുടെ ശിശുമരണ നിരക്ക് ഏറ്റവും കൂടുതൽ ഡയറിയൽ ഡിസീസസ് ആയിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വില്ലനാണ് ഈ റോട്ടാവൈറൽ ഡയറിയ. അപ്പം അതിൻ്റെ നിരക്ക് വളരെയധികം കുറയ്ക്കാൻ നമുക്ക് ഈ റോട്ടാവൈറൽ വാക്സിനേഷൻ ഇൻക്ലൂഡ് ചെയ്യുന്നത് വഴി സാധിച്ചിട്ടുണ്ട്. അപ്പം അത് ഇപ്പം ഗവൺമെൻറ് തന്നെ ഫ്രീ ഓഫ് കോസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എല്ലാ കുട്ടികൾക്കും. അതുകൂടാതെ ന്യൂമോണിയ വാക്സിൻ അതേപോലെ വളരെ ഈ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വാക്സിനാണ് ന്യൂമോണിയ വാക്സിൻ. ന്യൂമോണിയ വാക്സിനും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഗവൺമെൻറ് ഫ്രീ ഓഫ് കോസ്റ്റ് പ്രൈമറി ഷെഡ്യൂളിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. എല്ലാ കുട്ടികളും ഈ വാക്സിൻ കിട്ടുന്നുണ്ട്. ഇതെല്ലാം ഒരു 6 മാസം കൊണ്ട് കഴിയുന്നതാണ്. അതെ. പിന്നെ ഉള്ളത് 9ാം മാസം കൊടുക്കുന്ന വാക്സിനാണ്. അത് പലപ്പോഴും സാർ അത് ഫേസ് ചെയ്തിട്ടുണ്ടോ? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. മീസിൽസ്
മുന്നേ വരില്ലേ? അപ്പം ആദ്യത്തെ സീരീസിൽ ഇൻക്ലൂഡ് ചെയ്യാതെ നമ്മൾ 9ാം മാസത്തിലാണ്. അതാണ് അതൊരു കാര്യമാണ്. ആൾക്കാർ പലപ്പോഴും പേരൻസിന് ഒരു വലിയ ആങ്സൈറ്റിയാണ്. 9ാം മാസത്തിന് മുമ്പ് മീസിൽസ് വരുന്നു എന്നുള്ളൊരു തെറ്റിദ്ധാരണയുണ്ട്. പലപ്പോഴും ഈ ശരീരത്തിൽ ഇറപ്ഷൻസ് വരുന്ന ചില അസുഖം, വൈറൽ ഫീവറുകളുണ്ട്. അതൊന്നും എല്ലാ ഇറപ്ഷൻസ് വരുന്ന മീസിൽസ് ആണെന്നല്ല. മീസിൽസിന് അതിൻ്റേതായ പ്രത്യേക ലക്ഷണങ്ങളുണ്ട്. മീസിൽസിൻ്റെ കോംപ്ലിക്കേഷൻസ് ആണ് കൂടുതൽ നമ്മൾ പ്രിവെൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് മീസിൽസ്. പക്ഷേ 9ാം മാസം വരെ ഈ കുഞ്ഞിന് അമ്മയുടെ ശരീരത്തിൽ നിന്ന് നമ്മൾ മറ്റേണൽ ആൻറ്റിബോഡീസ് ഈ കുഞ്ഞിൻ്റെ ശരീരത്തിലുണ്ട്. അപ്പോൾ മീസിൽസ് വരുന്നതിനെ പ്രതിരോധിക്കാനുള്ള ശക്തി ആൻറ്റിബോഡീസിനുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ 9 മാസം വരെ മീസിൽസ് വാക്സിനേഷൻ കൊടുക്കാൻ വെയിറ്റ് ചെയ്യുന്നത്. മുമ്പ് നമ്മൾ 9ാം മാസത്തിൽ മീസിൽസ് മാത്രമേ കൊടുക്കുള്ളായിരുന്നു. ഇപ്പോൾ ഇടയ്ക്ക് റുബെല്ലയുടെ ചേർത്ത് മംസും കൂടെ ചേർത്ത് ഇപ്പോൾ മംസ് കൊടുക്കുന്നില്ല എന്ന് തോന്നുന്നു. മീസിൽസ് റുബെല്ല മാത്രം. നമ്മൾ MR ആയിരുന്നു മീസിൽസ് റുബെല്ല വാക്സിനേഷൻ. നമ്മളൊരു മോപ്പപ്പ് ക്യാമ്പയിൻ വെച്ച് എല്ലാ കുട്ടികൾക്കും, മിസ്സായി പോയിട്ടുള്ള കുട്ടികൾക്കും അഡോളസെൻ്റ് ഏജ് ഗ്രൂപ്പ് വരെ മീസിൽസ് റുബെല്ല നമ്മൾ ക്യാച്ചപ്പ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം മീസിൽസ് റുബെല്ലയിലേക്ക് മാറി. ഒരു ഇടക്കാലത്ത് MMR കൊടുത്തു തുടങ്ങിയിരുന്നു. MMR എന്ന് പറഞ്ഞാൽ മംസും മീസിൽസും റുബെല്ലയും കൂടെ ആഡ് ചെയ്തത്. പിന്നീട് അത് ഗവൺമെൻറ് ഇപ്പോഴത്തെ നിലവിലുള്ള സാഹചര്യത്തിൽ MR വാക്സിനുകളാണ് ഗവൺമെൻറ് ത്രൂ അവൈലബിൾ ആയിട്ടുള്ളത്. അത് മീസിൽസും റുബെല്ലയും പ്രിവെൻറ്റ് ചെയ്യും. പക്ഷേ അതിനകത്ത് മിസ്സായി പോകുന്ന ഒരു വാക്സിനാണ് മംസ് വാക്സിൻ. അപ്പോൾ ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ നമ്മൾ ഒരു 4 വർഷം മുന്നേ ഉള്ള പ്രാക്ടീസ് നോക്കിയാൽ നമ്മൾ മംസിൻ്റെ കേസുകൾ കാണുന്നതിൻ്റെ നമ്പർ വളരെ കുറഞ്ഞിരുന്നു ഈ MMR കൊടുത്ത സമയത്ത്. ഇപ്പോൾ ഈ കഴിഞ്ഞ 1-2 വർഷമായിട്ട് മംസിൻ്റെ കേസുകൾ നമുക്ക് OPD പ്രാക്ടീസിൽ വളരെയധികം കൂടുന്നതായിട്ട് കാണുന്നുണ്ട്. കാര്യം ഇത് വളരെ ഗൗരവമേറിയ ഒരു അസുഖം അല്ലെങ്കിൽ പോലും ഒരു സ്കൂൾ ഡേയ്സ് നഷ്ടപ്പെടുക, ചിലപ്പോഴെങ്കിലും ഇതിൻ്റെ പോസ്റ്റ് മംസ് ഓർക്കൈറ്റിസോ എൻകെഫലൈറ്റിസോ കോംപ്ലിക്കേഷനുകളിലേക്ക് പോകാൻ സാധ്യതയുള്ള ഒരു അസുഖമാണ്. ഒരു ഐഡിയൽ സിനാരിയോയിൽ നമ്മൾ ഇതും കൂടി ശരിക്കും അഡ്രസ്സ് ചെയ്യേണ്ടതാണ്. MMR വാക്സിൻ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു വാക്സിൻ അല്ല. അത് പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലെല്ലാം അവൈലബിൾ ആണ്. അപ്പം കഴിയുന്നവർ ഈ MRന് പകരം MMR 9ാം മാസത്തിലും 15ാം മാസത്തിലും വരുന്ന 2 ഡോസുകൾ കൊടുക്കുന്നത് വളരെ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ എല്ലാ പേഷ്യൻസിനും ഇത് എഡ്യൂക്കേറ്റ് ചെയ്യാറുണ്ട്. നമ്മൾ 6 മന്ത്സിൽ ഫോളോ അപ്പിന് വരുമ്പം അവരോട് പറയാറുണ്ട് ഈ ഒരു ബാക്കി വാക്സിനുകൾ. പക്ഷേ ഈ പ്രൈമറി സീരീസ് ഹെൽത്ത് സെക്ടറിൽ എടുത്ത ആളുകൾ അവർക്ക് അവിടെ ഫ്രാക്ഷണൽ IPV 2 ഡോസായിട്ട് IPVയുടെ 2 ഡോസ് കൊടുക്കുന്നത്. അതുപോലെ ന്യൂമോണിയ വാക്സിൻ 9ാം മാസത്തിലാണ് കൊടുക്കുന്നത്. ഇതവർ ഹെൽത്തിൽ നിന്ന് തന്നെ ക്യാച്ചപ്പ് ചെയ്യണം. ഹെൽത്തിൻ്റെ അതുപോലെ ബൂസ്റ്റർ ഡോസുകളെ പറ്റി കൂടെ ഒന്ന് പറയും. ബൂസ്റ്റേഴ്സ് നമ്മൾ ഈ പറഞ്ഞ പ്രൈമറി സീരീസ് കഴിഞ്ഞാൽ പിന്നെ 1.5 വയസ്സിലും 5 വയസ്സിലുമാണ് ആദ്യത്തെ ബൂസ്റ്റേഴ്സ് വരുന്നത്. അത് കൂടാതെ നമ്മൾ 10 വയസ്സിൽ TDAP എന്ന് പറഞ്ഞിട്ട് ഇതേ ഡിഫ്തീരിയ പെർട്ടൂസിസ് ടെറ്റനസിൻ്റെ ബൂസ്റ്റർ വരുന്നുണ്ട്. പിന്നെ നമ്മൾ 16 വയസ്സിലാണ് അടുത്ത ഇമ്മ്യൂണൈസേഷൻ വരുന്നത്. അതോടെ ചൈൽഡ്ഹുഡ് ഇമ്മ്യൂണൈസേഷൻ കംപ്ലീറ്റ് ആവും.